അങ്ങനെ ആർട്ട് ക്ലാസ് യൂട്ടിനോട് വിട പറയാനുള്ള സമയമായി. എൻ്റെ ദൈനംദിന ജീവിതങ്ങൾ തുടരുവാനുള്ള സമയമായി. ഇനി 10:15 ട്രെയിൻ പിടിച്ച് നമ്മൾ ഫ്രൈബുർഗിലേക്ക് പോവുകയാണ്. ഇടയിൽ ടിറ്റിസിയിൽ വെച്ച് നമുക്ക് ട്രെയിൻ മാറണം. എന്നിട്ട് നമ്മളൊരു 11:30 ആകുമ്പോഴേക്കും ഫ്രൈബുർഗിലെത്തും. ഫ്രൈബുർഗിൽ നിന്ന് 1 മണിയോട് അടുപ്പിച്ച് നമുക്ക് 12:55 മാൻഹൈമിലേക്ക് ഞാനൊരു ടിക്കറ്റ് ബുക്ക് ചെയ്തിട്ടുണ്ട്. ഇൻ്റർസിറ്റി എക്സ്പ്രസ്. ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ടല്ലോ, IC ട്രെയിനുകളിലെ അങ്ങനെ IC ട്രെയിനിലാണ് നമ്മുടെ യാത്ര ഫ്രൈബുർഗിൽ നിന്ന് മാൻഹൈം വരെ. അത് 12:55 ഫ്രൈബുർഗിൽ നിന്ന് സ്റ്റാർട്ടായി കഴിഞ്ഞാൽ കൃത്യം 2:24 മാൻഹൈമിലെത്തും. 200 കിലോമീറ്റർ ദൂരമുണ്ട്, 1.5 മണിക്കൂർ കൊണ്ട് കവർ ചെയ്യുന്നു. അത് നല്ലൊരു ഡീലായിട്ട് എനിക്ക് തോന്നി. അതുകൊണ്ടാണ് ഞാൻ ടിക്കറ്റ് ബുക്ക് ചെയ്തത്. 30 യൂറോ ആയി ടിക്കറ്റിന്. അതിപ്പോൾ ഞാൻ ഇങ്ങോട്ട് വരുന്നതിൻ്റെ, ഫ്രൈബുർഗിലേക്ക് ഞാൻ വരുന്നതിൻ്റെ ഒരാഴ്ച മുമ്പാണ് ഞാൻ ടിക്കറ്റ് ബുക്ക് ചെയ്തത്. കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പേ ബുക്ക് ചെയ്യായിരുന്നുവെങ്കിൽ എനിക്കതൊരു അതിലും കുറഞ്ഞ റേറ്റിന് കിട്ടിയാണ്. ഇതങ്ങനെയാണ് ഇവിടെ ജർമ്മനിയിലെ ഈ ടിക്കറ്റ്, ഈ IC ടിക്കറ്റൊക്കെ ഇങ്ങനെയാണ്. നമ്മൾ എത്ര നേരത്തെ ബുക്ക് ചെയ്യുന്നോ അത്രയും റേറ്റ് കുറയും. ലേറ്റായിട്ട് ബുക്ക് ചെയ്യുന്നതോറും ഈ പ്രൈസ് ഇങ്ങനെ കൂടും. നമ്മുടെ ഫ്ലൈറ്റിൻ്റെ ഒക്കെ ടിക്കറ്റ് ബുക്ക് ചെയ്യുന്ന പോലെ. അപ്പോൾ നമുക്ക് യാത്ര തുടങ്ങാം, വാ. അങ്ങനെ നമ്മൾ ടിറ്റിസി എത്തിയിരിക്കുകയാണ്. ഇനിയിപ്പോൾ നമ്മുടെ ട്രെയിൻ അവിടെ നമുക്ക് വേണ്ടി കാത്ത് കിടക്കുന്നുണ്ട്. അതിൽ പോയി കയറുക, എന്നിട്ട് നമ്മൾ ഫ്രൈബുർഗ് പോയി ഇറങ്ങുക. ഇതാണ് നമ്മുടെ പ്ലാൻ. അപ്പം ഇവിടെ ജർമ്മനിയുടെ കാര്യം നമ്മൾ വിചാരിച്ച പോലെ തന്നെ, ഞാൻ നാട്ടിൽ നിന്ന് വിചാരിച്ചിട്ടുള്ള ട്രെയിനും ഒക്കെ ഭയങ്കര പങ്ക്ച്വലായിരിക്കും, അങ്ങനെയൊക്കെ ഞാൻ വിചാരിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ ഇവിടെ എത്തിയപ്പോഴാണ് ഞാൻ ആ വലിയ സത്യം മനസ്സിലാക്കിയത്. ചില സമയത്ത് ട്രെയിൻ അങ്ങനെ അങ്ങോട്ട് ക്യാൻസലായി കളയവർ, ചില സമയത്ത് അത് ലേറ്റ് ആവും. നമ്മളിപ്പോൾ ഒരു റെയിൽവേ സ്റ്റേഷനിൽ ഇങ്ങനെ ഒരു ട്രെയിൻ ഇങ്ങനെ കാത്ത് നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ പെട്ടെന്നായിരിക്കും ആ ട്രെയിൻ ക്യാൻസലാവുക. അങ്ങനത്തെ പല അവസ്ഥകളും ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ ഈ ട്രെയിൻ ക്യാൻസലായി കഴിഞ്ഞാൽ എനിക്ക് കുഴപ്പമില്ല, അടുത്ത ട്രെയിൻ ക്യാൻസലായി കഴിഞ്ഞാൽ എനിക്ക് എൻ്റെ IC മിസ്സാവും. അതുകൊണ്ട് നമുക്ക് ഈ ട്രെയിൻ കിട്ടുമെന്ന് വിചാരിക്കുന്നു ഞാൻ. പിന്നെ ഇവിടുത്തെ വേറൊരു പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പം നമ്മളിപ്പം ഒരു എക്സാമ്പിൾ പറയുകയാണെന്നുണ്ടെങ്കിൽ, ഇപ്പോൾ പാലക്കാട് നിന്ന് ഞാനിപ്പോൾ തൃശ്ശൂരിലേക്ക് പോകാമെന്ന് വിചാരിക്കും. എനിക്ക് ഒന്നല്ലെങ്കിൽ പാലക്കാട് ജംഗ്ഷനിൽ പോയി കഴിഞ്ഞാൽ എനിക്ക് ഡയറക്റ്റ് തൃശ്ശൂർക്ക് ഒരു ട്രെയിൻ കിട്ടും. അല്ലെങ്കിൽ ഒറ്റപ്പാലം പോയി കഴിഞ്ഞാൽ ഒരു ട്രെയിൻ കിട്ടും. ഷൊർണൂർ പോയ ഒരു ട്രെയിൻ കിട്ടും. എന്തായാലും ഒരു ട്രെയിൻ കൊണ്ട് എനിക്ക് എങ്ങനെയും തൃശ്ശൂർ എത്താം. ഇവിടെ അങ്ങനെയല്ല, ഇവിടെ നേരെ തിരിച്ചാണ്. ഇവിടെ ഇപ്പം എനിക്ക് പോകാമെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഒറ്റപ്പാലം വരെ ഒരു ട്രെയിൻ, ഒറ്റപ്പാലത്ത് ഞാൻ ട്രെയിൻ മാറി വേറൊരു ട്രെയിൻ കയറി ഷൊർണൂർക്ക് ഒരു ട്രെയിൻ, അവിടുന്ന് വീണ്ടും ഒരു ട്രെയിൻ കയറി തൃശ്ശൂർ. അങ്ങനത്തെ ഒരു സെറ്റപ്പാണ്. ഡയറക്റ്റ് ട്രെയിനുകൾ കുറവാണ്. ഡയറക്റ്റ് ട്രെയിൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ IC ട്രെയിനുകളാണ് മെയിനായിട്ട്. ബാക്കിയൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും മാറി കയറി നമ്മൾ ആ കൺഫ്യൂഷനായി. അത് നമ്മളിപ്പം ഒരു ട്രെയിനിൽ കയറിയിട്ട് ഇപ്പം എക്സാമ്പിളായിട്ട് പാലക്കാട് നിന്ന് ഒറ്റപ്പാലത്തേക്കുള്ള ട്രെയിൻ നമ്മൾ കയറിയെന്ന് വിചാരിക്കുക. അത് ഒറ്റപ്പാലത്ത് എത്തുമ്പോഴേക്കും നമ്മുടെ മറ്റേ ഷൊർണൂർക്കുള്ള ട്രെയിന് ഒരു 5 മിനിറ്റിലായിരിക്കും ആ ട്രെയിൻ അവിടെ വരുന്നത്. നമ്മൾ ഈ പാലക്കാട് നിന്ന് കയറിയ ട്രെയിൻ ഇറങ്ങിയിട്ട് അങ്ങനത്തെ ഒരു സിമുലേഷൻ, അങ്ങനത്തെ ഒരു സെറ്റപ്പിൽ വരികയാണെന്നുണ്ടെങ്കിൽ 5 മിനിറ്റിൽ നിന്ന് നമ്മൾ ഈ വന്നുകൊണ്ടിരിക്കുന്ന പാലക്കാട് നിന്ന് വരുന്ന ഈ ട്രെയിൻ ഒന്ന് ലേറ്റ് ആയി കഴിഞ്ഞാൽ നമുക്ക് മറ്റേ ട്രെയിൻ മിസ്സാവും. പിന്നെ നമ്മൾ ചിലപ്പോൾ മണിക്കൂറോളം കാത്തിരുന്നായിരിക്കും അടുത്ത ട്രെയിൻ വരുന്നത്. അങ്ങനത്തെ കുറേ അനുഭവങ്ങൾ എനിക്ക് ഇവിടെ ഉണ്ടായിട്ടുണ്ട്. അങ്ങനെ നമ്മൾ ഫ്രൈബുർഗ് എത്തിയിരിക്കുകയാണ്. നമുക്ക് നമ്മുടെ ട്രെയിൻ കാത്തിരിക്കാം. സമയമില്ല, അതുകൊണ്ട് കുറച്ചുള്ള സമയം കൊണ്ട് ഞാൻ ഇവിടുത്തെ ചുറ്റുപാടൊന്ന് ജസ്റ്റ് ഒന്ന് നിങ്ങൾക്കൊരു റോൾ ചെയ്ത് കാണിച്ചിട്ടുണ്ട്. അപ്പം ഇനിയിപ്പോൾ നമ്മുടെ ട്രെയിൻ 12:55 വരും. ഈ IC ട്രെയിൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇൻ്റർസിറ്റി എക്സ്പ്രസ് എന്നാണ് ഇതിൻ്റെ ഫുൾ ഫോം. ഇത് ജർമ്മനിയിലെ ഏറ്റവും സ്പീഡ് കൂടിയ ട്രെയിനാണ്. 300-320 കിലോമീറ്റർ വരെ സ്പീഡ് പോകുന്നതാണ് പറഞ്ഞു കേട്ടിട്ടുള്ളത്. പക്ഷേ ഇവിടുത്തെ ഒരു ട്രാക്കിൻ്റെ രീതി കണ്ടിട്ട് എനിക്ക് ആ സ്പീഡ് ഇവർ പിക്ക് ചെയ്തെടുക്കുമെന്ന് സംശയം. കാരണം അത്യാവശ്യം വളവും ബെൻഡൊക്കെ ഉള്ള ഒരു ട്രാക്കുകളാണ്. അപ്പോൾ അങ്ങനത്തെ ഒരു ട്രാക്കിൽ എങ്ങനെയാണ് ഈ 300 കിലോമീറ്റർ ഒന്നും നടക്കുന്ന കാര്യമില്ല. ഇപ്പോൾ ജപ്പാനിലെ ഷിൻകാൻസൻ റെയിൽവേ ആണെങ്കിൽ ഇത് സ്ട്രെയിറ്റാണ്. അതുകൊണ്ടാണ് അവിടെ അത്രയും സ്പീഡിൽ ആ ട്രെയിൻ പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇവിടുത്തെ കാര്യം എനിക്കറിയില്ല. എന്തായാലും നമുക്ക് കയറി നോക്കാം. എന്തായാലും 1.5 മണിക്കൂർ കൊണ്ട് 200 കിലോമീറ്റർ
കവർ ആവുന്നുള്ളത് നല്ലൊരു കാര്യം തന്നെയാണ്. അപ്പം വലിയ സ്പീഡൊന്നുമില്ല. ഒരു 300 കിലോമീറ്റർ സ്പീഡിലൊന്നുമല്ല അപ്പോൾ ട്രെയിൻ പോകുന്നത്, നമുക്ക് അതിന് തന്നെ മനസ്സിലാക്കാം. എന്നാവാ നമുക്ക് നമ്മുടെ ട്രെയിനിൽ കയറാം. അങ്ങനെ ഗൈസ്, നമ്മുടെ ട്രെയിൻ വന്നിരിക്കുകയാണ്. ഇതിൽ ടിക്കറ്റ് ഉണ്ട്, പക്ഷേ എനിക്കൊരു സീറ്റ് റിസർവ്ഡ് അല്ല. അപ്പോൾ ഇതിനുള്ളിൽ കയറിയിട്ട് നമ്മൾ റിസർവ്ഡ് അല്ലാത്ത സീറ്റ് കണ്ടുപിടിച്ച് അതിലിരിക്കണം. അതായത് ഈ സീറ്റിലൊക്കെ ചെറിയ ഡീറ്റെയിൽ സ്ക്രീൻ ഉണ്ടാവും. ആ സ്ക്രീനിൽ ഇത് എവിടെ നിന്ന് തൊട്ട് എവിടം വരെ ബുക്ക്ഡാന്നുള്ള എഴുതി വെച്ചിട്ടുണ്ട്. അപ്പോൾ അത് നോക്കിയിട്ട് അങ്ങനെ ആ ഒരു ബുക്ക് ചെയ്തിട്ടില്ലെന്ന് ഉറപ്പ് വരുത്തിയിട്ട് ആ സ്ക്രീൻ നോക്കി നമുക്ക് മനസ്സിലാവുമല്ലോ. അത് നോക്കിയിട്ട് നമ്മളൊരു സീറ്റിൽ കയറിയിരിക്കുക. അതാണ് ഇവിടുത്തെ ഒരു രീതി. അപ്പോൾ അങ്ങനത്തെ ഒരു സീറ്റ് കണ്ടുപിടിച്ച് എനിക്ക് അങ്ങനെയൊക്കെയോ സീറ്റ് കിട്ടി. അപ്പോൾ നമുക്ക് യാത്ര തുടരാം. ഗൈസ്, മഴ നിൽക്കുന്നില്ല, മഴ പെയ്തുകൊണ്ടേ ഇരിക്കുക. പിന്നെ ഞാൻ ഈ സ്പീഡ് ചെക്ക് ചെയ്യാൻ വേണ്ടി 2-3 ആപ്പ് കയറി നോക്കി, എൻ്റെ 2 ഫോണിലും നോക്കി, നടന്നില്ല. എന്താ കാരണം എന്ന് എനിക്കറിഞ്ഞൂടാ. ചിലപ്പോൾ ഇതിൻ്റെ ഇത് നല്ല സ്പീഡ് പോകുന്നുണ്ടായിരിക്കും, അല്ലെങ്കിൽ ഈ ഇതിൻ്റെ ക്യാബിനിലേക്ക് അധികം ഈ GPS-ൻ്റെ റേസ് അൾട്രാ വയലറ്റ് രശ്മികളോ ഒന്നും കയറി വരുന്നില്ലായിരിക്കാം. എന്താ സംഭവം എന്ന് അറിഞ്ഞുകൂടാ. ഞാൻ 2 ഫോണിലും നോക്കിയിട്ടും സംഭവം നടന്നില്ല, എനിക്ക് സ്പീഡ് ചെക്ക് ചെയ്യാൻ പറ്റിയില്ല. അപ്പോൾ നമുക്ക് ജർമ്മൻ ഗ്രാമഭംഗിയും ഇവിടുത്തെ കൃഷിയൊക്കെ കണ്ടങ്ങനെ പോവാം. അടുത്ത സ്റ്റേഷൻ നമ്മുടെ ഓഫൻബുർഗ് എന്ന് പറഞ്ഞ സ്റ്റേഷനാണ്. അത് കഴിഞ്ഞാൽ കാൾസ്റൂഹെ എന്ന് പറഞ്ഞ സ്റ്റേഷൻ. അത് കഴിഞ്ഞാൽ മാൻഹൈം. 2 സ്റ്റേഷനാണ് വരുന്നത്. 3-ാമത്തെ സ്റ്റേഷൻ നമ്മുടെ മാൻഹൈമാണ്. അപ്പോൾ നമുക്ക് അങ്ങനെ കണ്ടു പോവാം. പിന്നെ നമ്മുടെ ഈ IC ട്രെയിനിൽ ഒരു റെസ്റ്റോറൻറ്റ് ഉണ്ട്. അപ്പോൾ നമുക്ക് അവിടേക്കൊന്ന് കയറി നോക്കാം, എന്താണ് അവിടുത്തെ അവസ്ഥ, അവിടുത്തെ മെനു ഒക്കെ ഒന്ന് നോക്കാം. മര്യാദയ്ക്കുള്ള റേറ്റൊക്കെ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് എന്തെങ്കിലുമൊക്കെ ഒന്ന് വാങ്ങാം. ഞാൻ ഇതിനു മുമ്പ് ഇങ്ങനെ ഒരു ട്രെയിനിൽ റെസ്റ്റോറൻറ്റിലിരുന്ന് കഴിച്ചിട്ടില്ല. നമ്മുടെ നാട്ടിൽ നമ്മളിങ്ങനെ നമ്മുടെ വീട്ടിലിരുന്ന് കഴിക്കുന്ന ഒരു പതിവാണല്ലോ. അപ്പോൾ ഇവിടെ എന്താണെന്ന് നമുക്ക് നോക്കാം, ഒന്ന് എക്സ്പീരിയൻസ് ചെയ്യണം എന്തായാലും. നിങ്ങളീ പുറത്തേക്ക് നോക്കുമ്പോൾ നിങ്ങൾ വേറൊരു കാര്യം ശ്രദ്ധിച്ചു, ഈ ട്രെയിൻ അത്ര സ്പീഡിലൊന്നല്ല പോകുന്നത്. ഇത് നമ്മുടെ വന്ദേ ഭാരത് പോലെയാണ്. എന്തായാലും ഇവിടുത്തെ ഒരു മീഡിയം സ്പീഡ് വെച്ചിട്ട് 160-200-നുള്ളിൽ എന്തായാലും പോകുന്നുണ്ടാവും. പക്ഷേ ഒരു 300 കിലോമീറ്റർ സ്പീഡിലൊന്നും ഇത് പോകുന്നില്ല. സ്റ്റേഷൻ കുറവായതുകൊണ്ട് മാത്രം നമ്മൾ കുറച്ച് നേരത്തെ എത്തുന്നു. മറ്റേ ട്രെയിനൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഈ ഓഫൻബുർഗ് വരുന്നതിൻ്റെ ഇടയിൽ തന്നെ ഒരു 5-6 സ്റ്റേഷൻ ഉണ്ടാവും. അപ്പോൾ ഇത് അങ്ങനത്തെ ഒരു പ്രശ്നം വരുന്നില്ല. അതുകൊണ്ട് നമ്മൾ കാൾസ്റൂഹെ വരെ ആ ട്രെയിനിൽ വരുവാണെങ്കിൽ 14-15 സ്റ്റോപ്പിന് മുകളിലുണ്ട്. ഇതുവരെ 2 സ്റ്റോപ്പ്, ഒറ്റ സ്റ്റോപ്പാണ് നമ്മുടെ ഫ്രൈബുർഗിൽ നിന്ന് കാൾസ്റൂഹെ വരെ വരാനുള്ള ആ സമയത്തിനുള്ളിൽ എടുക്കുന്ന ഒരൊറ്റ സ്റ്റോപ്പാണ്. അതുകൊണ്ടൊക്കെയാണ് ഇത് കുറച്ച് ഇത്ര നേരത്തെ എത്തുന്നത്, അല്ലാണ്ട് സ്പീഡിൻ്റെ കാര്യത്തിലൊന്നുമല്ല. അങ്ങനെ നമ്മൾ ഓഫൻബുർഗ് എത്തിയിരിക്കുകയാണ്. അപ്പോൾ നമുക്ക് മെല്ലെ ഇവിടുത്തെ റെസ്റ്റോറൻറ്റിലേക്ക് നടക്കാം. എന്താ അവിടുത്തെ അവസ്ഥ എന്നറിയണമല്ലോ. നടന്ന് അവിടെ എത്തിയിട്ട് നമുക്ക് ബാക്കി കാര്യങ്ങൾ നോക്കാം, എങ്ങനെയാണ് റേറ്റ് എല്ലാം നോക്കിയിട്ട് നമുക്ക് എന്തെങ്കിലുമൊക്കെ ഒന്ന് ഓർഡർ ചെയ്യാം. വാ. അങ്ങനെ ഇതാണ് ഗൈസ് ഇവിടുത്തെ റെസ്റ്റോറൻറ്റ്. നിങ്ങൾ കണ്ടില്ലേ, അധികം സ്ഥലമൊന്നുമില്ല, പക്ഷേ ഭയങ്കര ഭംഗിയില്ല, എന്നാൽ നല്ല വൃത്തിയുണ്ട്. എനിക്കിഷ്ടപ്പെട്ടു ഈ റെസ്റ്റോറൻറ്റ്. അപ്പോൾ നമുക്ക് ഇവിടെ പോയിട്ട് നമുക്ക് എന്തെങ്കിലുമൊക്കെ ഓർഡർ ചെയ്യാം. മെനു ഒക്കെ നോക്കാം, എന്നിട്ട് നമുക്കൊന്ന് ഓർഡർ ചെയ്യാം. ഗൈസ്, ചുറ്റും ആൾക്കാർ നിൽക്കുന്നതുകൊണ്ട് എനിക്ക് മെനു അങ്ങനെ കറക്റ്റായിട്ട് എനിക്ക് റെക്കോർഡ് ചെയ്യാൻ പറ്റിയില്ല. ഞാൻ സ്പീഡിൽ ഓടിച്ചു പോയതാണ്. എന്തായാലും നമ്മൾ ഓർഡർ ചെയ്യാൻ തീരുമാനിച്ചു. ഞാനൊരു ബിയർ അങ്ങോട്ട് ഓർഡർ ചെയ്തു ഗൈസ്. നമുക്കിനി ഈ ട്രെയിനിലെ പുറം കാഴ്ചകളൊക്കെ കണ്ട് മഴയും പെയ്യുന്നുണ്ടല്ലോ, നല്ലൊരു ആംബിയൻസ് ആണല്ലോ, അന്തസ്സാണ്. ബിയറും സിപ്പ് ചെയ്ത് അങ്ങനെ ഇരിക്കാം. അങ്ങനെ അപ്പോഴേക്കും നമ്മൾ കാൾസ്റൂഹയൊക്കെ എത്തും. പിന്നെ അവിടുന്ന് വലിയ ദൂരമൊന്നുമില്ല, പിന്നെ വേഗം എത്തും. കാൾസ്റൂഹയിൽ നിന്ന് മാൻഹൈം വലിയ സമയമൊന്നും എടുക്കില്ല. എന്തായാലും നമുക്ക് ഈ റെസ്റ്റോറൻറ്റിലെ ഇതിൻ്റെ ഒരു ആംബിയൻസ് നമുക്ക് ആസ്വദിക്കാം. മഴയും കണ്ട് നമുക്ക് ബിയർ അടിച്ച് അങ്ങനെ ഇരിക്കാം. എന്തേ? അങ്ങനെ നമ്മൾ കാൾസ്റൂഹിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇനി നമുക്ക് അവിടുന്ന് മാൻഹൈമിലേക്ക് അധികം ദൂരമൊന്നുമില്ല. അപ്പോൾ ഇത് നമ്മുടെ ഫൈനൽ ഫേസ് ഓഫ് ദ ICE ജേണിയാണ്. ഓക്കെ, അപ്പോൾ ഞാൻ നിങ്ങൾക്ക് ഈ ട്രെയിനിൻ്റെ ഉള്ളിൽ ഈ വണ്ടി എങ്ങനെയാണെന്നും ഒക്കെ ഞാൻ കാണിച്ചു തരാം. ഞാനിത് യാത്ര ചെയ്യുമ്പോഴല്ലോ, ഈ ട്രെയിനിൻ്റെ സെൻറ്ററിലൊക്കെ പോയി നിൽക്കുമ്പോൾ, അതായത് ഈ 2 കമ്പാർട്ട്മെൻറ്റ് തമ്മിൽ കണക്റ്റ് ആവുന്ന സ്ഥലം എന്നൊക്കെ പറഞ്ഞാൽ നമ്മുടെ ഇന്ത്യൻ റെയിൽവേയുടെ അതേ വൈബാണ്. കടന്നൊല്ലയുമാണ് വണ്ടി.
അപ്പോൾ നല്ല ഇളക്കമൊക്കെ ഉണ്ട്. അതുകൊണ്ടൊക്കെ ഈ വണ്ടിക്ക് എനിക്ക് ഈ 300 കിലോമീറ്ററൊക്കെ പോയി കഴിഞ്ഞാൽ ആൾ പറന്നു പോകും. അങ്ങനത്തെ ഒരു ഇതാണിത്. അപ്പോൾ അതുകൊണ്ട് ഞാൻ കാണിച്ചു തരാം. അവസാനം സ്പീഡ് എത്രയാണെന്ന് കണ്ടുപിടിക്കാനുള്ള സെറ്റപ്പും അതിൻ്റെ ഒരു ഇതും ഞാൻ കണ്ടുപിടിച്ചിട്ടുണ്ട്. അത് നിങ്ങൾക്ക് ഞാൻ സ്പീഡ് കാണിച്ചു തരാം. അപ്പോൾ ഗൈസ്, ഈ സ്ക്രീൻ കണ്ടു, ഈ സ്ക്രീനിൻ്റെ ടോപ്പിലായിട്ട് സ്പീഡ് എഴുതി കാണിക്കുന്നുണ്ട്. ഒരു 178 km/h സ്പീഡ് വരെ അതിൽ കാണിച്ചിട്ടുണ്ട്. അതിലപ്പുറം കാണിച്ചിട്ടില്ല. അപ്പോൾ നമ്മൾ ഏറെക്കുറെ മാൻഹെയിം എത്താറായി. ഇനി അധികം ദൂരമില്ല മാൻഹെയിം എത്താൻ. ബാക്കി അവിടെ ചെന്നിട്ട് പറയാം. അങ്ങനെ നമ്മൾ മാൻഹെയിം എത്തിയിരിക്കുകയാണ്. അപ്പോൾ നമ്മുടെ യാത്ര ഇവിടെ തീരുവാണ്. 8 മിനിറ്റ് ലേറ്റ് ആയിട്ടാണെങ്കിൽ നമ്മുടെ ട്രെയിൻ നമ്മളിവിടെ എത്തിച്ചിരിക്കുകയാണ്. 8 മിനിറ്റ് ലേറ്റ് ഒരു വലിയ ലേറ്റ് അല്ല എൻ്റെ അഭിപ്രായത്തിൽ. കാരണം അതിന് മുമ്പ് ഇപ്പോൾ 8 മിനിറ്റിന് മുമ്പ് നമ്മൾ എത്തിയത് എനിക്ക് എൻ്റെ കണക്ഷൻ ട്രെയിൻ ഇവിടെ ഇല്ല. വേറെ ഒന്നും 3/4 മണിക്കൂർ വെയിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ആ ഫ്രാങ്ക്ഫർട്ടിലേക്കുള്ള ട്രെയിൻ എനിക്കുള്ളൂ. അപ്പോൾ എന്തായാലും ഞാൻ ട്രെയിനിലേ പോകാൻ പറ്റുള്ളൂ. അപ്പോൾ നമുക്ക് നമ്മുടെ ഐസിനോട് ഒരു ഗുഡ് ബൈ പറഞ്ഞിട്ട് നമുക്ക് നമ്മുടെ പണി നോക്കി പോവാം. എന്തേ? അപ്പോൾ നമ്മുടെ വീഡിയോ തീരുവാണ്. അപ്പോൾ ഞാൻ ഈ മാൻഹെയിമും അതിൻ്റെ ചുറ്റുള്ള സ്ഥലങ്ങളൊന്ന് ചുറ്റെന്ന് പറഞ്ഞാൽ അധികം പുറത്തോട്ട് പോകില്ല. കാരണം 3/4 മണിക്കൂറുള്ള അടുത്ത ട്രെയിൻ വരും. പിന്നെ കുറച്ച് ഭക്ഷണവും കഴിക്കണം എനിക്ക്. ഈ സ്ഥലങ്ങളൊക്കെ ഒന്ന് കാണിച്ചു തരാം. ഈ റെയിൽവേ സ്റ്റേഷനും അതിൻ്റെ ഉള്ളും. എന്നിട്ട് ഞാനിവിടെ വൈൻഡപ്പ് ചെയ്യാണ്. അപ്പം ഇനി വീണ്ടും സന്ധിക്കും വരെ വണക്കം. നിങ്ങൾ മാൻഹെയിം ഒന്ന് കാണും.